മുറുക്കി കെട്ടിക്കോ, മല കയറി പോകാനുള്ള. ആ ശരി. എന്തു പറ്റി ആശാനെ? ഇവന് ഇന്ന് ആശാൻ ഇപ്പൊ അയാളെടുത്തോട്ട് പോണ്ട. ഇച്ചായിരുന്നല്ലേ എന്നോട് എന്നാ പറഞ്ഞ? നാളെ വണ്ടി എടുക്കാൻ പറ്റുമ്പോ വണ്ടി കാണത്തില്ലെന്നല്ലേ? നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാം? വാ സംസാരിക്കാം. ഇങ്ങോട്ട് വാ, പറയട്ടെ. ആന്റണി, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ഇവനിവിടെ വന്നതിന് ശേഷം ഞാനും എൻ്റെ ജോലിക്കാരും ഇതൊക്കെ അനുഭവിച്ചു തന്നെയാണ്. അതുകൊണ്ട് നീ പറയുന്ന ഒച്ചിന്റെ കഥ വിശ്വസിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തിനാ ഈ സാധനത്തിന് ഇങ്ങനെ വെച്ച് ഉറപ്പിക്കുന്നേ? തല്ലി ഓടിച്ച് കളഞ്ഞൂടെ? എൻ്റെ കർത്താവേ, ഇവൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? എടാ, അവനിവിടെ വന്നിട്ട് 2-2.5 മാസമേ ആയിട്ടുള്ളൂ. വന്ന അന്ന് മുതൽ അവൻ പറയും അവനെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും. ആദ്യമൊക്കെ ഞങ്ങൾ ആട്ടിപ്പായിക്കാൻ നോക്കി. പക്ഷെ അപ്പോഴൊക്കെ നീ പറഞ്ഞ ഈ നശിച്ച ഒച്ചിന്റെ ശല്യം ഞങ്ങൾക്കുമുണ്ടായി. അതോടുകൂടി ജോലിക്കാർക്ക് പോലും അവനെ തൊടാൻ പേടിയായി. പിന്നെന്താ, ഇവിടുത്തെ 10 പേരുടെ പണി അവൻ ഒറ്റയ്ക്കെടുക്കും. 10 പൈസ കൂലി വേണ്ടെന്ന് മാത്രമല്ല, അതിന്റെ ഉപയോഗം എന്താണെന്ന് പോലും അവനറിയില്ല. അതൊക്കെ നിങ്ങളുടെ തലവേന. അതിനിപ്പോ ഞാനെന്നാ? എടാ, അവനിവിടെ വന്നതിന് ശേഷം എത്രയോ ലോറികൾ ഇവിടുന്ന് ലോഡ് കയറ്റി പോകുന്നുണ്ട്. ഒരു ലോറിയുടെ പരിസരത്ത് പോലും അവൻ പോയിട്ടില്ല. ഇതിപ്പോ എന്റെ വണ്ടി വന്നപ്പോഴാണ് അവനിങ്ങനെ. ഇച്ചാൻ പറയുന്നപ്പോ ഞാൻ ഇവനെ കൂടെ കൊണ്ടുപോകണമെന്നാണോ? അത് നിനക്ക് തീരുമാനിക്കാം. നിനക്ക് ഇവിടുന്ന് ഏറിയാൽ 9 മണിക്കൂറിന്റെ യാത്രയുള്ളൂ. അതിനിടയ്ക്ക് അവന്റെ സ്ഥലം വരുമ്പോൾ അവൻ ഇറങ്ങിപ്പോയിക്കോളും. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, അവനായിട്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആശാനെ കൊണ്ടു ആശാനെ, ഇനിയും ഒച്ചിനത്തിനാ എനിക്ക് വയ്യ. എടാ, അവൻ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ അവനെ നീ നിന്റെ കുടുംബത്തെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവൻ ഇറങ്ങൂടാ. ഇനി അഥവാ അവൻ ഇറങ്ങിയില്ലെങ്കിൽ നീ അവനെ കാന്തല്ലൂർ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചോ, അവര് നോക്കിക്കോളും. ഉള്ളി കയറിയിട്ടാ കണ്ട അവനെ ഉള്ളിരുത്തി കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലടാ. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോളൂ. മോനെ, നീ പുറകെ കയറാ. മഴ ഇപ്പൊ പെയ്യും. ഈ നട്ട വെയിലത്തല്ലി മഴ പെയ്യാൻ പോണം. മഴ പെയ്യുമ്പോടെ വന്നിരിക്കാം കേട്ടോ. ഇപ്പൊ ചെല്ലടാ, ധൈര്യമായിട്ട് ശരി, ഞാൻ പോയിട്ട് വരാം. ചെല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒന്ന് വേഗം വരുമോ? ഇനി തനിച്ചാണെന്ന് പറഞ്ഞ് ബോറടി പറയണ്ട. ശരി. മഹേഷ്, ടെറസിലെ ഡോർ അടച്ചോ? ഞാൻ അടച്ചു. എന്റെ ലാപ്ടോപ്പ് ബാഗ് എടുത്തില്ലേ? എന്തിനാ? ട്രിപ്പിന് പോകുമ്പോ പണിയൊന്നും എടുക്കില്ലെന്നല്ലേ പറഞ്ഞേ? ഞാൻ എടുത്തില്ല. അതോളാം. Okay, let's go. എന്താണ് ഡാഡിയും മോളും കൂടെ ഒരു ആംഗ്യം കാണിക്കല്? തനിക്കുട്ടിക്ക് എന്തോ മമ്മിയോട് ചോദിക്കാനുണ്ട് അല്ലേ മോളെ? Yes. ചോദിക്കേ. എന്താ? മമ്മിക്ക് ഡ്രൈവിംഗ് അറിയോ? പിന്നെ ഡ്രൈവിംഗ് അറിയോന്നോ? കോളേജ് പഠിക്കുമ്പോഴേ എന്നും ഞാൻ വണ്ടി ഓടിച്ചല്ലേ പോയിക്കൊണ്ടിരുന്നേ. തള്ളല്ല, ശരിക്കും ഞാൻ വണ്ടി ഓടിച്ചാ പോയിക്കൊണ്ടിരുന്നത്. കോളേജിൽ വണ്ടി ഓടിക്കാൻ അറിയുന്ന കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ ഞാനായിരുന്നു. അറിയോ? എന്നിട്ടെന്താ അമ്മ ഇപ്പൊ ഡ്രൈവ് ചെയ്യാത്തയോ? മൊരട്ടൻ ഡാഡിയില്ലേ, ഇങ്ങേരെ കൂടെ ഇരുന്ന് വണ്ടി ഓടിച്ചാ എങ്ങനെയാ ഡ്രൈവിംഗ് വെറുക്കാതിരിക്കുക? ബ്രേക്ക് ചവിട്ട്, ആക്സിലേറ്റ്, ഗിയർ മാറ്റോ, ഇത് വേണ്ടടുത്ത് ഉപയോഗിച്ചാ പോരെ. ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ? അപ്പൊ ഡാഡി ഇല്ലാത്തപ്പോഴോ? മോള് കണ്ടിട്ടില്ല. ഡാഡി ഇല്ലാത്തപ്പോ ഞാൻ പറപ്പിക്കൂലേ? എന്നാലേ ഒരു കാര്യം ചെയ്യാം. എന്നാ നിന്റെ മമ്മി ഒന്ന് പറപ്പിക്കട്ടെ. ഇതെന്താ ചെയ്യണേ? നീ പറപ്പിക്കട്ടാ. മഹേഷ്, എന്താ കാണിക്കണേ? മഹേഷ്, നമുക്ക് ഇവിടെ ഇരിക്കാം. നിന്റെ മമ്മി വണ്ടി ഓടിക്കും. അല്ല, ഒരു ചോദ്യം, ഞാൻ എങ്ങനെയാ തനിച്ചിരുന്ന് വണ്ടി ഓടിക്കണം? ഡാഡിയും മോളും കൂടെയുള്ള പ്ലാനിങ് ആയിരുന്നല്ലേ ഇത്ര നേരം? ബാബുവേ, നമുക്ക് ഇവനെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൽ ജോലിക്ക് നിർത്തിയാൽ നന്നായിരിക്കും അല്ലേ? എന്റെ പൊന്നാശാനെ ഒന്നും മിണ്ടാതിരി. മനുഷ്യനോട് ഏത് നിമിഷം ഒച്ചിന്റെ ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്നു. അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ ഹിന്ദു പുരാണത്തിലെ ഏത് ദൈവത്തിന്റെ വാഹനം ഒച്ചുംപുറത്തെ യാത്രയാണ് ദൈവമൊന്നും ഞങ്ങളുടെ പുരാണത്തിലില്ല. പറഞ്ഞ പോലെ അതിന്റെ പുറത്തിരുന്ന എപ്പ എത്തേണ്ടടുത്ത് എത്താനല്ലേ? പട്ടി വരൂട്ടാ. ഈശ്വര, ഒച്ചിനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇനി പട്ടിയുടെ കടിയുടെ കൊള്ളണമല്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അതിന് ഞാനെന്താടാ പറഞ്ഞത്? നീ എന്തിനാ ഈ ഭ്രാന്തിന്റെ വാക്ക് കേട്ട് ടെൻഷൻ അടിക്കുന്നത്? ഇത് കുറെയൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലാണ്. അമീറിന് ഭ്രാന്തില്ല. കൊച്ചു തെരേസ ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാ.
അപ്പൊ അമീർ, അതാ നിന്റെ പേര്. അപ്പൊ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ്. ഉം. വല്ലതൊക്കെ എഴുതാനും വായിക്കാനും അറിയാമോ? അറിയായിരുന്നു, ഇപ്പൊ മറന്നുപോയതാ. ആ, അത് കലക്കി. എന്താണോ അത്? ഏ? ഒന്ന് നോക്കിയടാ. ആശാനെ, ആ, നമ്മുടെ വണ്ടി ഒരു പട്ടി അടിച്ച്. ഏ? അതെ, വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെന്ന് തോന്നുന്നു. വണ്ടി എടുത്തോ, പണിയാണ്. ഞാൻ കണ്ടതാവും വരണത്, ഞാൻ പറഞ്ഞതാവും വരുമെന്ന്. എന്റെ പൊന്നി എങ്ങാതി, ദൈവത്തെ ഓർത്ത് പറ, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇനി കുറേ ദൂരം കഴിയണം. അപ്പൊ അടുത്ത പട്ടി വരൂ. ഇനി പട്ടിയല്ല, ഇനി വരാനുള്ളതൊരാളാ. അങ്ങനെ കോളേജ് സമയത്തെ എക്സ്പേർട്ട് ഡ്രൈവർ ശ്വേത ഹൈ റേഞ്ച് വളവൊക്കെ പുഷ്പം പോലെ ഓടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഷോ കാണിക്കാനായിരുന്നെങ്കിലും നോൺ സ്റ്റോപ്പായി ഓടിച്ച് പഴയ ടാലന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അയ്യടാ, ഇവിടെ വരെ നിർത്താതെ വണ്ടി ഓടിക്കണം എന്നുള്ളതേ എന്റെ വാശിയായിരുന്നു. ആണോ? അപ്പൊ എവിടെയും നിർത്തണ്ട, ഓടിച്ചുകൊണ്ടേയിരുന്നു. അല്ല, ഇത്രയും നേരം ഓടിച്ചേലേ എവിടെയെങ്കിലും അനാവശ്യമായിട്ട് ഒരു ബ്രേക്കിങ്ങോ അതോ ഏതെങ്കിലും കുഴിയിൽ കൊണ്ടിട്ടോ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. ഉറങ്ങിയത് കൊണ്ടൊന്നും അറിഞ്ഞതേ. അയ്യടാ. അല്ല, ഈ മൗണ്ടൻസ് ഒക്കെ കാണുന്ന പറഞ്ഞ ആളെ കിടന്ന് ഉറങ്ങാണല്ലോ. ആ, ഞങ്ങളങ്ങനെ വണ്ടി കയറി അപ്പൊ ഉറങ്ങും. ശ്വേത, വണ്ടി ഇവിടെ നിന്ന് ഒതുക്കിക്കേ. ഇവിടെയോ? യാ. എന്താ നിർത്താൻ പറഞ്ഞ? ഈ സ്ഥലം നല്ല പരിചയമുള്ള പോലെ. എന്താ മഹേഷ്? നീ മോളെ എടുക്കും, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അങ്ങോട്ടോ? നടന്നു കയറിയ വെറുതെ ഇല്ല, നല്ല ഭംഗി. നീ ഇറങ്ങാനാ പാട്. അവളെവിടെ? മോളെ സൂക്ഷിച്ച്. നല്ല ക്ലൈമറ്റ് അല്ലേ? നമുക്കേ ഇന്നിവിടെ സ്റ്റേ ചെയ്താലോ? ബ്രഷില്ല, ഡ്രസ്സില്ല, ലീവും ഇല്ല. തുടങ്ങി. ഈ ആദ്യം പറഞ്ഞ 2 സാധനം നമുക്ക് ഇവിടെ ഒപ്പിക്കാം. ഈ 3ാമത്തെ സാധനമാണ് പ്രശ്നം. 3ാമത്തെ സാധനം തന്നെയാണ് പ്രശ്നം. നമുക്ക് തൽക്കാലം വൈകുന്നേരം വരെ ഇവിടെ ഒന്ന് ചില്ല് ചെയ്തിട്ട് മാക്സിമം അടിച്ചു വിളിക്കാം. ഓക്കെ? നമുക്ക് ഇനിയും വരാന്ന്. വരുവോ? ഡെഫിനറ്റ് ആയിട്ടും. ഉറപ്പ്? പിന്നല്ല. എന്താടാ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ട ഊട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് ആയി. എന്താവും എന്തോ. ഓനെ വണ്ടി കയറ്റിപ്പോ തുടങ്ങിയ പ്രശ്നങ്ങളാ. റെഡി? റെഡിയാ? അവൻ എന്നെ എടുക്കുക. അകത്ത് കുന്തം വിഴിഞ്ഞോലെ ഇരിപ്പുണ്ട്. വലിയ പ്രവാചകനാ. ഈ മഴ പെയ്യുന്നതും പട്ടി കുറുകെ കിടന്നതും ആളെ തട്ടുന്നതൊക്കെ പ്രവചിക്കാം. ഈ നിസാനം ഡീസൽ പൈപ്പ് പൊട്ടുന്ന കാര്യം ആ ടൗണിലെങ്ങാനും വെച്ച് പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു. കളിയാക്കണ്ട ആശാനെ, ഹൈ റേഞ്ച് തുടങ്ങാൻ പോകണം. നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചങ്ങ് പോവാം. എൻ്റെ കർത്താവേ, അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വയ്ക്കാൻ പോകുന്നത്? വാ.